ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇന്നലത്തെ മൊത്തം വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. അതായത് ഇപ്പോൾ ഈ രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് കാപ്പി ദോശയായിരുന്നു. സാമ്പാർ ഞാൻ രാവിലെ എണീറ്റിട്ടങ്ങ് ഉണ്ടാക്കി. കാരണം ഇന്നലെ എനിക്ക് പള്ളിയിൽ പോകേണ്ട ദിവസമാണ്. കൊച്ചിനെ മദ്രസ തുറക്കുന്ന ദിവസമായതുകൊണ്ട് എനിക്കും കൂടി പോകണം. അതുകൊണ്ട് രാവിലെ എല്ലാ മടിയും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് കടുകൊക്കെ താളിച്ചൊഴിച്ചു. അത് കഴിഞ്ഞ് മാവ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ദോശ ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഈ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ദോശ മാറ്റിയിട്ട് പുട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. പക്ഷേ കുറച്ച് ദിവസം ദോശ ഉണ്ടാക്കാതിരുന്നപ്പം എൻ്റെ കൊച്ചിന് ദോശയാണ് ഇഷ്ടം. വേറെ ഒരു കാപ്പി അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇന്നലെ അവൾക്ക് ദോശയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ ദോശയാണല്ലോ, കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തായാലും ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതേ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. വാപ്പ പാല് മേടിക്കാൻ പോയതാണ് കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പള്ളിയിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് തുറക്കുന്ന ദിവസമല്ലേ. അപ്പോൾ പാത്തു എണീറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് ആൾ കാപ്പി കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനതുകൊണ്ട് 2 ദോശയൊക്കെ വെച്ച് കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ നോക്കുവാണ്. കാരണം ഒരു ദോശ പോലും കഴിക്കത്തില്ല തികച്ച്. ആൾ വലിയ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ വാരി കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുത്താൽ കിള്ളി ഇരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ വാരി അങ്ങ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ 2 ദോശയൊക്കെ എടുത്ത് സാമ്പാറൊക്കെ ഒഴിച്ച് കൊണ്ട് വെച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞു, നീ എൻ്റെ 2ാം ക്ലാസ്സിലോട്ട് പോവുക, അപ്പോൾ നീ 2 ദോശ കഴിക്കണമെന്നൊക്കെ. വെറുതെ ആ ഒരു ദോശ, കഴിച്ചുകൊണ്ടിരിക്കുന്ന ദോശ കുറച്ച് കഴിച്ചിട്ട് അപ്പോഴേ കൊണ്ടുവച്ചിട്ട് എൻ്റെ വേലയൊന്നും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് അവൾ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ പണിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം താമസിച്ചാണ് കയറി വന്നത്. രാവിലെ ഒന്നും ഒതുക്കാതെ പോയതാട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരികെ പോരാന്ന്. പക്ഷേ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കയറി വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലത്തെ വീഡിയോയാണ്. ഇനി നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വീഡിയോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കൂടുതലും എൻ്റെ കൂട്ടുകാർക്ക് കൂടുതലും ഉച്ചയൂണ് കാണാനാണ് ഇഷ്ടം. എൻ്റെ ഈ കയ്യിൽ പേന വെച്ച് വരച്ചത് എൻ്റെ സന്താനമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല എൻ്റെ കയ്യിൽ പേനയൊക്കെ വെച്ച് പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ കയ്യിലോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്കിട്ട് പണിഞ്ഞതാണ് അവൾ. അപ്പോൾ അതേ ഞാൻ അരി കഴുകിയിടാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ കാപ്പി കുടിച്ച പാത്രങ്ങളെല്ലാം ഇവിടെ നിരന്ന് വാരി ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നും കഴുകിയിട്ടൊന്നുമില്ല. അരി കഴുകിക്കൊണ്ടിരുന്നിട്ട് ആ വെള്ളം ഞാൻ ആ ചരുവത്തിലോട്ടാണ് കേട്ടോ ഒഴിക്കാൻ നോക്കിയത്. എന്തോ എൻ്റെ പിറത്തുനിന്ന് ചരിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ അരിയൊക്കെ കഴുകി അടുപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പിലല്ല, ചോറും കലവും വെള്ളവും കലവും വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേ ആ ചോറിൽ തന്നെ 2 മുട്ട കഴുകിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് എപ്പോഴും ഞാനിങ്ങനെ മുട്ട ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല മുട്ട ചോറിലിട്ട് പുഴുങ്ങിയെടുക്കുന്നതെന്ന്. പണ്ട് ഞങ്ങളുടെ ഉമ്മച്ചിയൊക്കെ അങ്ങനെ ചോറിലിട്ടിട്ടാണ് എളുപ്പപ്പണിക്ക് മുട്ടയൊക്കെ പുഴുങ്ങി തരുന്നത് കേട്ടോ. അതാകുമ്പം പ്രത്യേകിച്ച് വേറെ അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുട്ട കഴുകിയല്ലേ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെയാണ് പുഴുങ്ങിയെടുക്കാറ് പെട്ടെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ 2 മുട്ട അങ്ങോട്ട് പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഇന്ന് നമുക്ക് മീൻ കിട്ടിയത് നെത്തോലിയായിരുന്നു. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് കൊഞ്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ചെമ്മീൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക ചെമ്മീൻ എന്ന് പറയുന്നത്, എൻ്റെ ജീവനാണ് കേട്ടോ. ഞാനത് വാങ്ങിച്ച് തീയൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ദേ നെത്തോലിയിൽ 2-3 മത്തിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തായാലും നെത്തോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഇവിടെ ഞാൻ പീര പറ്റിക്കത്തേ ഉള്ളൂ. കറിയായിട്ട് അങ്ങനെ അത്ര ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പീര പറ്റിച്ചെടുക്കുന്നതാണ്. പിന്നെ കുറച്ച് കപ്പ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ വേവിക്കണം. ബീട്രൂട്ടിൻ്റെ തോരൻ വെക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാന്. അനിയത്തി ആ സമയങ്ങളോട് പാത്രമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. സ്റ്റാൻഡ് ചെറിയ പ്രശ്നമായിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇന്നിപ്പോൾ എന്തായാലും ചിലപ്പോഴേ അപ്ലോഡ് ആവത്തുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ചുമ്മാ അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അങ്ങ് ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ വെട്ടി നമ്മളെ ഉച്ചയൂണ് മാത്രമാക്കി എടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് പാടാണ്, എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഷോർട്ട് ചിലപ്പോൾ നാളെ വരും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ലോങ്ങും ഷോർട്ടും ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഫലമുണ്ട്, അതിൻ്റെ വാച്ച് അവർക്ക് കുറയും. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് അടുത്ത പണി ചെയ്യാൻ വേണ്ടിയിട്ട്. തേങ്ങ തിരുമ്മാനുണ്ട്. അതുപോലെ തീയലാണല്ലോ വെക്കുന്നത്.
അപ്പോൾ അത് വെറുതെ കൊഞ്ചിട്ട് വെക്കുന്നതല്ല കേട്ടോ. നമുക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ ഇട്ടിട്ട് കുറച്ച് പടവലങ്ങ, കൊച്ചുള്ളി, അതുപോലെ എന്താ വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു തീയലാണ്. നല്ല തീയലാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ നമ്മൾ മസാല ആക്കി എടുക്കുമല്ലോ, റോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ കൊഞ്ച്, അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് വിചാരിച്ചു വേണ്ട, നെത്തോലി കുറച്ചേ ഉള്ളൂ, അത് ഞാൻ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കലത്തേക്കും രാത്രിയിലത്തേക്കും കറി തികയത്തില്ല. അതുകൊണ്ട് തീയലും കൂടെ അങ്ങ് ആക്കുക, അപ്പോൾ അതൊരു ഒഴിച്ചേറി ആവുമല്ലോ. അതിന് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി അത് ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഞാനെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു, കുടിക്കാനുള്ള വെള്ളം ഞാനെടുത്ത് അപ്പുറത്തോട്ട് വെച്ചു. എന്തായാലും ഈ ഒരു അടുപ്പിൽ തീ ഇങ്ങനെ നല്ല രീതിയിൽ പിടിച്ചത് കൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന വെള്ളവും ചോറും ഒക്കെ തിളച്ചോളൂ കേട്ടോ. നല്ല ചൂടാണ് അടുപ്പിന്. കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അങ്ങ് കത്തിക്കോളും കേട്ടോ. ആ പ്രദേശത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ആദ്യമൊക്കെ കത്തിപ്പിടിക്കാൻ ഇച്ചിരി പാടായിരിക്കും നമ്മൾ ഈ അടുപ്പ്, അത് കഴിഞ്ഞാൽ ആൾ പുലിയാണ്. പിന്നെ അതേ നമ്മൾ തേങ്ങ ഒന്ന് മൂപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. തേങ്ങ തിരുമിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങ് കഴന്നു പോയി കേട്ടോ. പിന്നെ ഞാനത് ഇങ്ങനെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് കറക്കിയൊക്കെ ഇട്ട് കൊടുത്തത്. അതിലേക്ക് 2-3 കൊച്ചുള്ളിയും 2-3 വെളുത്തുള്ളിയും അതുപോലെ ഒരു 10-15 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ച ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഇടുന്നത് പെരിഞ്ജീരകം ഉണ്ടല്ലോ, ഒരു കുറച്ച് മതി കേട്ടോ. ഒരു പേരിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, ചില ആളുകൾ ചേർക്കാറില്ല പെരിഞ്ജീരകം ഞാനിവിടെ ചേർക്കാറുണ്ട്. കറി മസാലയിൽ കിടക്കുന്ന പെരിഞ്ജീരകം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. അങ്ങനെ തേങ്ങയൊക്കെ മൂപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ടേ. ഇതിനിടയ്ക്ക് കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കൊണ്ടുപോയി കഴുകിയിട്ടിട്ട് കയറി വന്നതാണ്. പിന്നെ എറായം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ദിവസമായി എറായം തുടച്ചിട്ട്, അതുകൊണ്ട് എറായം കൂടെയൊക്കെ ഒന്ന് തുടച്ച് തൂത്തുവാരി ഇട്ടിട്ടുണ്ട്. പാത്തു ആ സമയം അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഞാൻ തൂത്തുവാരി ഇടുന്ന ഇടം മൊത്തവും പേപ്പറൊക്കെ വെട്ടി കുളവാക്കി ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇതേ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. വഴുതനങ്ങയാണെങ്കിൽ അത്യാവശ്യം മുറ്റിപ്പോയെന്ന് തോന്നി, അരി നല്ലതുപോലെ മുറ്റിയിട്ടുണ്ട് കേട്ടോ. മുറ്റാത്ത ഇളതാണെങ്കിൽ നല്ല ഇതാണ്. പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് മുരിങ്ങക്കായായിരുന്നു. നമ്മൾ ഈ കൊഞ്ച് തീയൽ വെക്കുമ്പോഴത്തേക്കും വേണ്ടത് മുരിങ്ങക്കായാണ് കേട്ടോ. പക്ഷേ മുരിങ്ങക്കയില്ല, സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തെങ്കിലും ഒരെണ്ണം ഈ കറികളിൽ ഇല്ലാതെ വരും കേട്ടോ. എനിക്ക് പറ്റുന്ന അബദ്ധം അതാണ്. അപ്പോൾ തേങ്ങയൊക്കെ മൂപ്പിച്ച് മുളകും മല്ലിയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂടാറിയപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതേ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ലേശം ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഈ കഷ്ണങ്ങളിലേക്ക് ചെറിയൊരു മഞ്ഞൾ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ മഞ്ഞൾ ഇട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം, കാരണം കഷ്ണം ഇച്ചിരി ഒന്ന് മഞ്ഞ കളറിലിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പച്ചക്കറി ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മളെ ഈ കൊഞ്ചൊന്ന് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി 2-3 വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് കിള്ളിയെടുക്കാൻ വേണ്ടി തലയും വാലൊന്നും കിള്ളാൻ ഞാൻ നിന്നില്ല, കാരണം ചെറിയ കൊഞ്ചല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ ഗ്യാസിൽ നിന്ന് എടുത്തങ്ങ് അടുപ്പിൽ കൊണ്ട് വെച്ച് കേട്ടോ. ഗ്യാസിലിപ്പോൾ വെക്കുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ, ഗ്യാസൊക്കെ തീർന്നു കഴിഞ്ഞാൽ കിട്ടാനും പാടാണ്. അപ്പോൾ വിറകടുപ്പിൽ തന്നെ ഞാൻ കൊണ്ടുവച്ച്. അത് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് പച്ച തക്കാളി പ്രാവശ്യം നമ്മൾ പച്ചക്കറി മേടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴുക്കാത്ത. അത് ഞാനിങ്ങനെ ഈ മീൻകറിയിലോ നമ്മൾ ഈ മീൻ പീര വെക്കുന്നതിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ ഇവിടെ നുള്ളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ അരച്ച് ചട്ടിക്കകത്തൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി മാറ്റി മിക്സ് ആക്കിയിട്ട് നമ്മുടെ തീയൽ വെന്ത സമയം കൊണ്ട് ഞാൻ അതിലോട്ടങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, 2 കഷ്ണമേ ഉള്ളൂ കേട്ടോ, ചെറിയ 2 കഷ്ണമായിരുന്നു. അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട്, പുഴുങ്ങാനല്ല കേട്ടോ, നമുക്ക് വേവിക്കത്തില്ല, ചോറിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ വെട്ടി കഴുകി അതും കൂടി അങ്ങ് അടുപ്പിലോട്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി കുക്കറിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മീൻ പീര ഉണ്ടല്ലോ, വെള്ളമൊക്കെ ഏകദേശം വറ്റിയൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെയൊക്കെ ഒഴിച്ചിങ്ങെടുത്താൽ മതി.
പിന്നെ മീൻ പേര് എല്ലാം റെഡിയാക്കി ലാസ്റ്റ് ഇതേ നമ്മൾ തട്ടകത്തിലോട്ട് കയറ്റാൻ പോവുകയാണ്. ബീട്രൂട്ടും കൂടെ തോരനാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കറികളൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് വിളമ്പി കാണിക്കണേന്ന്. അപ്പോൾ ഇതേ നമ്മൾ വിളമ്പി കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ മീൻ പീര. അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടി കേട്ടോ മീൻ പീര, ശക്കലും വെള്ളമില്ലായിരുന്നു. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊഞ്ച് തീയൽ, കപ്പ കുഴച്ചത്, തോരൻ, മീൻ വറുത്തത്, കുറച്ച് അച്ചാർ. പോരെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.